കുരുമുളക് ഷഫീഖ് ചങ്ങരയാണ്. നമ്മൾ വീട്ടിൽ പിന്നെ ബീഫൊക്കെ വരട്ടണമെങ്കിൽ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് കുരുമുളക് വേണം, ബിരിയാണിക്ക് ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ഈ കുരുമുളക് പൊടിക്ക് നമ്മളെ വീട്ടിൽ ഒന്നും കുരുമുളക് ഉണ്ടാവില്ല, ചിലവരുടെ വീട്ടിൽ കുരുമുളക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുരുമുളക് എല്ലാ വീട്ടിലും ഒരു കുരുമുളകിൻ്റെ ഒരു തൈയെങ്കിലും ഒരു തണ്ടെങ്കിലും വേണം. കുരുമുളകിന് 50 ഗ്രാമിന് തന്നെ ഏകദേശം 60 രൂപയോളം വരും കേട്ടോ. അപ്പോൾ 100 ഗ്രാമിന് ഏകദേശം 120, 1 കിലോ പൊടിക്ക് 1200 രൂപ. അപ്പോൾ വീട്ടിൽ നമുക്ക് എങ്ങനെ കുരുമുളക് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കാം, അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരുപാട് കുരുമുളകിൻ്റെ തൈ ഉണ്ട് കേട്ടോ. ഇതാക്കണേ, ഇവിടെ കുരുമുളകിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ ഒക്കെ വലിയ മരത്തിലാണ്, വലിയ മരത്തിൽ നല്ല കവുങ്ങിൽ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതാക്കണേ, ഇത് നമ്മൾ ചെറിയൊരു മരത്തിൽ പോലും കണ്ടോ കുരുമുളക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുരുമുളകാട്ടോ. ഇതൊക്കെ കവുങ്ങിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കണ്ടോ, മൊത്തം കുരുമുളകാണ് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഈ ചെടിയിൽ നിന്നാണ് നമ്മൾ കുരുമുളകിൻ്റെ തൈ ഉണ്ടാകാൻ പോകുന്നത്. നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കണ്ടോ, ഇത് ഒടിഞ്ഞിരിക്കുകയാണ് കണ്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഈ തോക്ക ഉണ്ടാകുന്ന ഇതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ഇതിൽ നിന്ന് ഇങ്ങനെ കമ്പ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് കുത്താറാണ് പതിവ്. നമ്മൾ അങ്ങനെയല്ല ചെയ്യണത്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള അടിയിൽ നല്ല അടിപൊളി നല്ല വണ്ണല്ല ഇതാക്കണേ വേരുകൾ ഇതാക്കണേ. വേരുകളല്ല, ചെടികൾ ഇങ്ങനെ അടിയിലേക്ക് പടർന്നു പോയത്. അപ്പോൾ ഈ പടർന്നു പോയത് വെച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുരുമുളക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഈ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ പാട്ടകളൊക്കെ വന്നിട്ട്, പഴയ പാട്ടകൾ അതുപോലെ തന്നെ പഴയ ചെടിച്ചട്ടികൾ ഉണ്ടല്ലോ, പഴയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് നീർവാർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പിന്നെ മെറ്റലിൻ്റെ ചിപ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലിൻ്റെ പീസോ ഓടും കഷ്ണോ എന്തെങ്കിലും ഇടുക. എന്നിട്ട് നമ്മൾ ഇതാക്കണേ മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഇട്ടോ. ഇന്ന് കുരുമുളക് മാത്രമല്ല നമുക്ക് ഇതാക്കണേ നല്ല നാടൻ കറിവേപ്പിൻ്റെ തൈ ഉണ്ടെങ്കിൽ ഇത് മൊത്തം കുഴിച്ചിടാണ് കേട്ടോ. ഏകദേശം 100ഓളം തൈ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ചീരാപ്പറങ്കി, ചുമന്ന ചീരാപ്പറങ്കി, പച്ച ചീരാപ്പറങ്കി ഇല്ലേ, അതിൻ്റെ പഴുത്ത ചീരാപ്പറങ്കി മൂത്തത്, അതും നമുക്കിന്ന് വിത്തിടാണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വെക്കൂ, ഇവിടെ വെച്ചോളൂ. ഇവിടെ അങ്ങനെ വെക്കുക, ഈ സൈഡിലൊക്കെ ഓരോന്ന് വെക്കുക, മറിഞ്ഞു വീഴരുത് കേട്ടോ. നല്ല വള്ളികൾ എല്ലായിടത്തൊക്കെ വെക്കുക. ഇത് കണ്ടോ, നല്ല ഒരു മുഴുത്ത വള്ളിയാണ്. അപ്പോൾ ഈ വള്ളിൻ്റെ ഈ ഒരു ഇതാക്കണ ഈ ഇല അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇല കട്ട് ചെയ്ത് എന്നിട്ട് ഇത് നമ്മൾ നേരെ ഇതിലോട്ട് വെക്കുക, നമ്മൾ ചെടിച്ചട്ടിയിലോട്ട് വെക്കുക, മണ്ണിടുക. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു തൈ കിട്ടി. അതുപോലെ തന്നെ അടുത്തത് നല്ല അമർത്തി വെക്കുക കേട്ടോ. കട്ട് ചെയ്യുക. കുറച്ച് മൂപ്പുള്ളതായ ഉഷാറായി. അപ്പോൾ ഏകദേശം നമ്മൾ 5 എണ്ണം നല്ല തൈകൾ നോക്കിയിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് 5 ചട്ടിയിൽ. ഒരു കുരുമുളകിൻ്റെ ഇതിൽ എത്ര വള്ളികളുണ്ടോ ആ വള്ളിയൊക്കെ നമുക്ക് തൈകളാക്കി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്നുള്ളത് ഇത് നമ്മൾ വെള്ളം നനക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്നും വെള്ളം നനക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതൊരു പ്ലാന്റായി. ഇപ്പോൾ വൈറ്റ്നാം കൃഷി രീതികളൊക്കെ ഉണ്ട്. ഒരുപാട് പിന്നെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരുപാട് ലാഭം, ഒരുപാട് പിന്നെ കുരുമുളക് കൃഷി ചെയ്യുന്ന രീതി. ആ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ നല്ല കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ വളമൊക്കെ ഇട്ടിട്ട് ഇത് കുഴിച്ചിടുക. അപ്പോൾ എത്ര വേണമെങ്കിലും തൈകൾ ഉണ്ടാക്കാം. നമ്മളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെറുതെ നനച്ചു കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിക്കും. അപ്പോൾ വീട്ടമ്മമാരൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കണ നേരത്ത് പിന്നെ എല്ലാ വീട്ടിലും ഓരോ തൈകളെങ്കിലും ഉണ്ടാക്കുക. കൃഷി അറിവുമായി ഇനിയും ഞാൻ വരും. ഓക്കെ, ബൈ.